ഖബറിലെ ശിക്ഷയെപ്പറ്റി. ഇപ്പൊ ഒരാള് ഉറങ്ങിക്കിടക്കുന്നവനെ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ പല സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ആ മനുഷ്യൻ പല സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അയാൾ എന്റെ ചിലപ്പോൾ എഴുന്നേറ്റിട്ട് അയാൾ തലയണ കൊണ്ടൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ തല്ലി അവസാനം അയാൾ അങ്ങനത്തെ ആ തലയണ തല വെച്ചിട്ട് അയാൾ ഉറങ്ങുന്നുണ്ടാവും. ഉറക്കത്തുനിന്ന് എഴുന്നേറ്റിട്ട് അയാളോട് ചോദിച്ചാൽ അയാൾക്കൊന്നും അറിയില്ല. അയാൾ പാമ്പിനെ കാണുകയാണ്, പാമ്പിനെ തല്ലിക്കൊന്ന് അയാൾ സുഖമായി കടന്നുറങ്ങണം. ഇതൊക്കെ ഉറക്കത്തില്ല. അയാൾക്ക് പാമ്പിന്റെ കടി ഏൽക്കുന്നുണ്ട്, അയാൾ അട്ടഹസിക്കുന്നുണ്ട്, ചാടി എണീക്കുന്നുണ്ട്, വിയർക്കുന്നുണ്ട്. എന്തേന്ന് വെച്ചാൽ അയാൾ പലതും കാണുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ തൊട്ടടുത്ത് ഇപ്പുറത്ത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എടുക്കുന്നുണ്ട്, വല്ലതും കാണുന്നുണ്ടോ? അയാൾ സുഖം അനുഭവിക്കുന്നുണ്ട്, അയാൾ അട്ടഹസിക്കുന്നുണ്ട്, വേദന അനുഭവിക്കുന്നുണ്ട്, ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ സുഖവും ദുഃഖമൊക്കെ അയാൾ അനുഭവിക്കുന്നതിന് അടുത്തടത്തൊന്നും കാണില്ല. ഇതേപോലെ ഖബറിൽ വെക്കപ്പെട്ട് കഴിയുന്ന മനുഷ്യന് നമ്മൾ അനുഭവിക്കാൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ലെങ്കിലും മരണനേരത്തും ഖബറിലുമൊക്കെ എന്ത് അനുഭവപ്പെടുന്നുണ്ട്? ശിക്ഷകളും അനുഭവപ്പെടുന്നുണ്ട്, രക്ഷ അനുഭവപ്പെടുന്നുണ്ട്.